തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കളം നിറയേണ്ട നേതാക്കളാണ്. എന്നെത്തും ഡൽഹിയിൽ നിന്ന്? അല്ല മാധു, ഇതിലൊരു കാര്യമുണ്ട്. ഇവര് മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. ഇതൊക്കെ എന്ത് ആരൊക്കെയാ പ്രഖ്യാപിച്ചേ? ഒന്ന് ഫസൽ വധക്കേസിലെ പ്രതിയെ, രണ്ട് പെരിയ കൊലവിളി കേസിലെ പ്രതിയെ, ഭരണഘടന നിന്ന നടത്തിയ കേസിലെ പ്രതിയെ, ബന്ധു നിയമന കേസിലെ പ്രതിയെ, രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്ത MLA, അതുപോലെ പ്രവാസി വ്യവസായിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആള്, അതുപോലെ ജെട്ടി കട്ടവനെ വരെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുകയാണ്. സ്വർണ്ണ കട്ടവന് കൂട്ടു നിന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചൊന്നും കാര്യമില്ല. നാട്ടുകാർക്ക് കൊള്ളാവുന്ന ആളെന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് പൊതുസമൂഹത്തിൽ വോട്ട് പിടിക്കാൻ CPM-കാർക്ക് പോലും പറ്റാത്ത രീതിയിലുള്ള ഗതികെട്ട ആളുകളെ പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പറയാം. ഇപ്പൊ വിശ്വസിക്കരുത്, അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. LDF-ന്റെ സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ വസീഫ് ചോദിക്കുക, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാന്ന്? ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ മുൻ MLA ഐഷ പോറ്റി. നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാ? ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി ആക്ഷേപം നേരിട്ട് അവസാനത്തെ ഭാര്യ കടന്നു ചെല്ലുമ്പോൾ സ്വന്തം മുറിയിൽ വലിയ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ച് ഭാര്യയോട് രാത്രി വിളിച്ച് മാപ്പ് പറഞ്ഞ് ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് തുടരുന്ന ഗണേശൻ. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് ഇളക്കാൻ നിങ്ങളായിട്ടില്ല. അടുത്ത രാഷ്ട്രീയ വിഷയങ്ങൾ പറയാൻ കോൺഗ്രസിന് നേരമില്ലല്ലോ എന്നാണ് സജീവൻ സാർ പറയുന്നത്. ഞങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞു തന്നെയാണ് പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ ജയിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളല്ലല്ലോ പറഞ്ഞത്. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ മനുഷ്യർ നട്ടം തിരിയുമ്പോൾ കറണ്ട് ചാർജും വെള്ളക്കരവും കൂട്ടി, ഭൂനികുതി കെട്ടിട നികുതിയൊക്കെ കൂട്ടി ആളുകളെ കൊള്ളയടിക്കുമ്പോൾ സർക്കാരല്ല ഇത് കൊള്ളക്കാരാണെന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഞങ്ങൾ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിജയിച്ചത്. അപ്പൊ ഞങ്ങളെ ആക്ഷേപിക്കാനായിട്ട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിലെ വൃദ്ധ നേതൃത്വത്തെ തെരയാൻ പോകുന്ന സജീവൻ സാറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, 80 കഴിഞ്ഞ പിണറായി വിജയന് ടേം വ്യവസ്ഥയില്ല, പ്രായ വ്യവസ്ഥയൊന്നുമില്ലാതെ മത്സരിക്കാൻ അവസരം കൊടുക്കുന്ന CPM-ന്റെ വൃദ്ധ നേതൃത്വം കാണാതെ ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏറ്റവും പ്രായം കൂടിയ ആൾ പിണറായി വിജയനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കാണാതെ ഇപ്പുറത്ത് പ്രതിപക്ഷം 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടെത്താൻ നോക്കുക. 10 വർഷമായിട്ട് കേരളം ഭരിച്ചു മുടിക്കുന്ന സർക്കാരിനെതിരെ ഒരു വാക്കുരിയാടാൻ ശേഷിയില്ലാത്ത ആളുകൾ. പിന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു കണ്ണൂർ പിണറായി വിജയൻ റാലി നടത്തിയെന്ന്. നിങ്ങൾ മുൻപ് റാലി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ റാലി നടത്തി. പിണറായി വിജയന്റെ സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ K. സുധാകരൻ വലിയ ഭൂരിപക്ഷത്തോടെ, ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. എല്ലാ മാധ്യമങ്ങളും K. സുധാകരൻ തോൽക്കുമെന്ന് പ്രവചിച്ചപ്പോൾ K. സുധാകരന് ജനങ്ങൾ കൊടുത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. വടകരയിൽ ഷാഫി പറമ്പിൽ തോക്കുമെന്ന് പ്രവചിച്ച ആളുകളുടെ മുമ്പിൽ 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ചു. അപ്പൊ നിങ്ങൾ ഒരുക്കുന്ന പാർട്ടി കോട്ടയിലെ റാലി കണ്ടിട്ടല്ല, ജനങ്ങൾ നിന്ന് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ജയിക്കുന്നത്. അപ്പോ ജിൻഡോ, ഒറ്റ വാക്കിലെ മറുപടിയുള്ളൂ. ആ വയനാട്ടിലെ ദുരന്തബാധിതരെ കാണിച്ച് പണം പിരിച്ച് മുക്കിയ കോൺഗ്രസ് അല്ലേ ഈ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരും. രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവന് സ്ഥാനാർത്ഥിത്വം കൊടുത്തതിന്റെ പേരിൽ പുറത്തു വന്ന് പുറത്തേക്ക് വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ കട്ടതിനെ കുറിച്ചിട്ടാണ് പറയുകയാണെങ്കിൽ അമ്പലക്കൊള്ള നടത്തിയ പത്മകുമാർ ഇപ്പോഴും പാർട്ടിയല്ലേ? അമ്പലക്കൊള്ള നടത്തിയ പത്മകുമാറിന്റെ പാർട്ടിയിൽ തുടരാനിരിക്കുന്ന പാർട്ടിക്ക് ജെട്ടിക്കൊള്ള നടത്തിയത് ജെട്ടി കണ്ടെടുത്തവന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന CPM, LDF അലമ്പ് കാണിക്കുന്നത് നിങ്ങളാണ്. അലമ്പ് കാണിക്കുന്നത് ജെട്ടി കട്ടവനെ, സ്വർണം കട്ടവനെ, അമ്പലക്കൊള്ള നടത്തിയവനെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസിനെ പാടുപെടുത്താമെന്ന്. 14 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരു സഖാവുടെ ആത്മഹത്യ ഭീഷണിയുമായിട്ട് നിങ്ങളുടെ സഹകരണ സംഘത്തിലെ 14 ലക്ഷം രൂപ വസീഫ് വേണുഗോപാലിനെ ഓർമ്മിപ്പിക്കരുത്. അല്ല, KC വേണുഗോപാലിനെ ഓർമ്മിപ്പിക്കരുത്. ബ്രഹ്മഗിരി IC ബാലകൃഷ്ണൻ മനുഷ്യരെ കൊല്ലുക. കോൺഗ്രസുകാർ 5 പേരാ
ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? നിങ്ങൾ നിങ്ങളെ ഐ.സി. ബാലകൃഷ്ണന്റെ പേരിൽ നിങ്ങൾ മറന്നുപോയോ? ആ കരുവന്നൂരിലെ വിൻസെന്റ്, കൊള്ള, ആരാ കരുവന്നൂരിലെ വിൻസെന്റ്? കൊള്ള, എന്നിട്ട് എത്ര നാണമില്ലാതെ മനുഷ്യരാത്മഹത്യ പറയാ. ശരി അല്ല ആരോപണങ്ങൾ അനുമതിയുണ്ട് പക്ഷെ അതൊന്ന് ഗ്രൗണ്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അതുകൊണ്ടാണ് ശരി ഞാൻ അവസാനിപ്പിക്കണം അല്ല ഒരു ചർച്ചയുടെ ഏറ്റവും അവസാനം കുറ്റപ്പറിച്ച് നിർത്തുക എന്നുള്ളതല്ലല്ലോ.